രാത്രി കതവും പൂട്ടി എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം സാധനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, പിന്നെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറണമായിരുന്നേ. അപ്പം നൈറ്റാണ് പോകുന്നത്. ഇർഫാൻ വന്നിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് രാത്രി പോകുന്നത്. പിന്നെ ഞാനും കൂടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സാധനം വാങ്ങുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ വരുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വരലാണ് പതിവ്. അപ്പം നൈറ്റത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ സ്ഥിരം പോകുന്നൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് വാങ്ങാമെന്ന് വെച്ചിട്ടാണ്. നമ്മൾ മിക്കപ്പോഴും പോകുമ്പോൾ അവിടെ തീർന്നു പോകാനാണ് പതിവ്. എന്തോ ഇന്ന് ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾക്കും കൂടി അത് മതി, നൈറ്റല്ലേ, അപ്പോൾ അതന്നെ കഴിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വന്ന് നമ്മുടെ ഹോം എക്സ്പ്രസ്സിലേക്കാണ്. ഇത് അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ മിക്കപ്പോഴും സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ഈ ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്കിങ്ങനെ വാട്സപ്പിൽ വരലുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങലുണ്ട്. പിന്നെ നമ്മുടെ ഓട്സ് സ്മൂത്തിക്കുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം. പിന്നെ അത്യാവശ്യം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പം ദാ ഒരാൾ ട്രോളിയും കൊണ്ട് വരുന്നുണ്ട്. വെറുതെ കൊണ്ടുവരാണ്, ഇത്രയൊന്നും വാങ്ങാനില്ല, വെറുതെ കൊണ്ടുവരാണ്. പിന്നെ എവിടെ പോയാലും അവന് ചുറ്റും നടന്ന് കാണണം, അതാണ് കേട്ടോ. വെറുതെ എല്ലായിടത്തും പോയി നോക്കുകയാണ്. പിന്നെ ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കും, നമ്മുടെ സീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇർഫാൻ നോക്കി എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ പോയത് ആ മേക്കപ്പിൻ്റെ അടുത്താണ്. ഇത് കാണുമ്പോൾ വെറുതെ വാങ്ങാനൊന്നുമല്ല, ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ ഒരു സമാധാനം. അപ്പം ഞാൻ ഐലൈനർ അടുത്ത് ഇർഫാനെ കാണിക്കുകയാണ് കേട്ടോ. 100 രൂപ എങ്ങാണ്ട് അതിന്. എന്തല്ലേ പെട്ടെന്ന് എന്തിന് വില എല്ലാത്തിനും. അത് കഴിഞ്ഞ് ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 1-2 സാധനങ്ങൾ വേറെ വാങ്ങണമായിരുന്നു കേട്ടോ. ഈ ഫ്രൂട്ട്സൊന്നും വാങ്ങിച്ചിട്ടില്ല, വെറുതെ നോക്കുകയാണ് ഓരോന്ന് കണ്ടപ്പോൾ. പിന്നെ നമ്മൾ നേരെ ബില്ലടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര ഐറ്റംസേ വാങ്ങിച്ചിട്ടുള്ളൂ, അതിനാണ് ഈ വലിയ കൊട്ടി എടുത്തിട്ട് വന്നത്. പിന്നെ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ 1-2 കടകളിലൂടെ കയറണമായിരുന്നു. അപ്പോൾ കടകളൊക്കെ അടയ്ക്കുന്നതിന് മുന്നേ പോകണമായിരുന്നു. നമ്മൾ നേരെ വന്നത് നമ്മുടെ അടുത്തുള്ളൊരു ബേക്കറിയിലാണ്. ഇവിടുന്ന് പാലും പിന്നെ അത്യാവശ്യം തൈരും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ അതിന് മുന്നേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം അന്ന് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ